face up in Maine, your hair dancing with the wind. Thought our love would last a lifetime, just that hopeful kind of kid. But with the tears drowned out the flame, I still think about your lips. You seem like the kind of girl that I might always miss. I would drive across the country if you would tell me that you want me. 'Cause I'm still wrestling with the words, came so easy out your mouth when you looked at me and said, I hope it all works out. I'll be singing to the lights of a crowded, sold out room. Close my eyes and see your face, 'cause these songs are all for you. Oh, I thought you'd be here with me, be a part of this old dream. Told me to enjoy the journey, now it's just a lonely street. I would drive across the country if you would tell me that you want me. 'Cause I'm still wrestling with the words, came so easy out your mouth when you looked at me and said, I hope it all works out. I still find it to be true, something I regret, that I always want the things in life that I can never get. Now the days are filled with guilt, it sends chills along my back. You might fall along the wayside, be a person of my past. I would drive across the country if you would tell me that you want me. 'Cause I'm still wrestling with the words, came so easy out your mouth when you looked at me and said, I hope it all works out. നിത്യം നടത്തിയിടണമേ എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്റെ യഹോവേ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പോലെ ഞങ്ങളുടെ ഭാഗങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ശക്തിയുമാക്കും നിറഞ്ഞ മറിയവേ നിനക്ക് സമാധാനം. നമ്മുടെ സ്ത്രീകളെ
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും അളവുകൾ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ടവനെ, അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കൂടെ ഉണരുവാൻ എത്തുന്ന വലിയ ഭാഗ്യത്തിനായി ഇതിനു വേണ്ടി ഭവനം ഇപ്പോൾ ഒരുങ്ങുന്നുവെന്നും മുന്നമേ നീ അറിയുന്നുണ്ടല്ലോ. ഇതിന്റെ വലിയ പദ്ധതി പ്രകാരം ഒന്ന് മകൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് അനുഗ്രഹത്തിന് തുകടമായി മാറണമേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങിയ ജീവിതം ഇന്നോളം നീ കാത്തു പരിപാലിച്ചല്ലോ. നിന്റെ ബാല്യ കൗമാരങ്ങളിലെല്ലാം നിന്റെ കൃപ വ്യാപരിച്ചല്ലോ. നിന്റെ പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുവാൻ നീ കൃപയും അനുഗ്രഹങ്ങളും കൊടുത്തല്ലോ. നിന്റെ നാമമഹത്വത്തിനായി ഒരുപാട് വേറിട്ട കർമ്മങ്ങൾ ഏർപ്പെടുവാൻ നിന്റെ മനഃഭാഗ്യം കൊടുത്തല്ലോ. അവന്റെ ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് പടിയിറങ്ങുമ്പോൾ ഇത് നന്മയായി മാറണമേ. യേശുവേ, നീ തൊട്ടൊരു ഭവനമാകും നിന്റെ മകന്റെ ഭവനം തീർക്കണേ. ഏറെ അനുഗ്രഹിക്കപ്പെട്ടു ഇവന്റെ ഭവനമെന്ന് അടിയങ്ങളെല്ലാവരും സാക്ഷീകരിക്കത്തക്കവണ്ണം ഇവന്റെ ഭവനത്തെ നീ ഉയർത്തണമേ. നീ ഇവരുടെ മധ്യത്തിൽ നിന്ന് വസിക്കണേ. കണ്ടിന്മേൽ ശോഭിക്കുന്ന ഒരു വിളക്ക് പോലെ ഇവരുടെ ഭവനം ശോഭിക്കുവാനിടവേ. ഇന്നു മുതൽ ഇവരുടെ ഭവനത്തിലേക്ക് നീ ചിലത് വിളമ്പുമല്ലോ. എന്ത് വിളമ്പിയാലും അത് ഇരുന്നുകരങ്ങളും നീട്ടി സ്വീകരിക്കുവാൻ പഠിപ്പിക്കണമേ. ലൂക്ക 10:8. വിളമ്പിയത് ഭക്ഷിക്കുവാൻ അടിയങ്ങൾക്ക് ഭാഗ്യവും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യവസ്ഥകൾ കൂടാതെ സ്നേഹിക്കുവാൻ, കാരണങ്ങൾ കൂടാതെ ചേർത്ത് വെക്കുവാൻ, കുറവുകളോടുകൂടി അംഗീകരിക്കുവാൻ ഇവർക്ക് രണ്ടുപേർക്ക് നീ കൃപ കൊടുക്കണേ. രാവിലെ കല്യാണ വീട്ടിന്റെ കുറവിനെ കണ്ടെത്തിയ അമ്മ മാതാവേ, നിങ്ങളുടെ ആലോചനകളിൽ, ചിന്തകളിൽ, ഇന്നത്തെ കർമ്മങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ അത് നിറവുള്ളതാക്കി തീർക്കണമേ. പൂർവ്വ പിതാക്കന്മാർക്ക് തക്ക തുണ കൊടുത്തവനായ തമ്പുരാനേ, ഇന്ന് കുദാശയിലൂടെ ഇവന്റെ മേൽ ആവസിക്കണമേ. നിന്റെ സാന്നിധ്യം ഇന്ന് കുദാശയിലെല്ലാം അഭിഷിക്തരിലൂടെ ഇറങ്ങണമേ. യാത്രയിലായിരിക്കുന്നവരുടെ വാഹനത്തെ എല്ലാം നിയന്ത്രിക്കണമേ. കാലാവസ്ഥ അനുകൂലമാക്കി തന്ന വൻ കൃപകൾക്കായിട്ട് നന്ദി. യേശുവേ, കുദാശയ്ക്കായി നിന്റെ മകൻ പടിയിറങ്ങുമ്പോൾ അനുഗ്രഹത്തിന് നിമിഷമായി പരിശുദ്ധാത്മാവ് ആ ആലയത്തിലും ഈ കുദാശയിലുടനീളം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ഇവനും ഇവന്റെ കുടുംബവും സാക്ഷീകരിക്കുവാനിട വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൂടെ ഇവനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവനുള്ള നിന്റെ സിംഹാസനത്തിൽ അടിയങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും കൂടെ ഉണ്ടെന്ന് അരുളിച്ചൊരു പുത്രനമ്പുരാന്റെ കൃപയും ആശ്വാസം തരുന്ന പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും ബലഹീനതയോടെ കുറവുകളോടെ സമർപ്പിച്ച പ്രാർത്ഥനകളും കുടുംബത്തിനായി ഇറങ്ങുന്ന മകന്റെ കൃപയും അനുഗ്രഹങ്ങളും ഒന്ന് ആവശ്യിക്കണമേ. Exactly
safe, so don't you worry a thing. I'll tell you I love you more. It's stuck with you forever, so promise you won't let it go. I'll just... വിവാദമെന്ന കൂദാശയെക്കുറിച്ച് ആദ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവനെ തന്റെ കാര്യവിചാരകത്തിന് കീഴിൽ ഏതെന്റെ പർദീസായിൽ നീക്കി അവൻ ദൈവത്തിന്റെ കാര്യവിചാരത്തിന് കീഴിൽ ദൈവിക പദ്ധതിയിൽ നിലനിന്നുകൊണ്ട് സർവചരാചരങ്ങളെയും പാലിക്കുകയും പർദീസായിൽ അവൻ ദൈവവുമായി ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ മഹനീയ ശിക്ഷയായ മനുഷ്യൻ സന്തോഷവാനായിരിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവം അവനിൽ നിന്ന് തന്നെ നാരിയെ വേർപെടുത്തി അവന് സന്തത സഹചാരി സഹധർമ്മിണിയുമാക്കി തീർത്തു എന്നാണ് ആദ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിവാഹമെന്ന കൂദാശ സർവശക്തനായ ദൈവത്തിന്റെ കരുതൽ ഏതെന്റെ പർദീസായിൽ വെച്ച് ആരംഭിച്ചു എന്ന് സഭയും വേദപുസ്തകവും പിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കും. അങ്ങനെ ദൈവിക പദ്ധതിയുടെ ഭാഗവാക്കുകളായി ഭൂമിയിൽ നിലനിൽക്കുവാനും ലോകത്തിന്റെ അവസാനത്തോളം സന്തതി പരമ്പരകൾ ഇവരിൽ നിന്ന് സംജാതമായി ഭൂമിയിൽ നിലനിൽക്കുവാനും അങ്ങനെ കുടുംബവും ഗോത്രവും തലമുറകളുമായി ഭൂമിയിൽ നിലനിൽക്കുവാനും വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗവാക്കുകളായി നമ്മുടെ മക്കൾ ഇന്ന് രൂപാന്തരപ്പെടുകയാണ്. ഇവർ ഭാര്യാഭർത്താക്കന്മാരായി വിശുദ്ധ കൂദാശയിലൂടെ സംയോജിക്കപ്പെടുമ്പോൾ ഇവരുടെ ഓരോ ദിവസം ആരംഭിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഇവരുടെ ഓരോ ദിവസം അവസാനിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ആയിരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവമായ ദൈവഭക്തിയിലുള്ള ഒരു കുടുംബ ജീവിതം ഇവർക്ക് ലഭിക്കുവാൻ വേണ്ടി നാം ഒക്കെയും ഇവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം മുൻപാകെ എത്തുമ്പോൾ ഇവരുടെ ദാമ്പത്യം വിജയത്തിലേക്ക് പരിണമിക്കുകയും ഇവർ സന്തോഷവാന്മാരായിരിക്കുകയും ദൈവികമായി നല്ല തലമുറകളുടെ മാതാപിതാക്കന്മാരായി രൂപാന്തരപ്പെടുകയും ചെയ്യും. വാത്സല്യ മക്കളെ, നിങ്ങൾ ഇതുവരെയും രണ്ട് വ്യത്യസ്തമായ ജീവിതചര്യകളിൽ ജീവിച്ചു വന്നവരാകുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും എന്റേത് എന്ന് ധാരാളം മക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ സഹോദരി സഹോദരന്മാർ, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സ്നേഹിതന്മാർ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്റേത് എന്ന് പലതും ഉണ്ടായിരുന്നു. എങ്കിൽ ഈ വിശുദ്ധ കൂദാശയിലൂടെ നിങ്ങൾ സംയോജിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അനുഗ്രഹപൂർണമായ നിങ്ങളുടെ ദാമ്പത്യത്തെ മറ്റുള്ളവർക്ക് മാതൃകയായി സ്വീകരിക്കുവാൻ തക്കവണ്ണം യഥാർത്ഥ ക്രൈസ്തവ കുടുംബത്തിന്റെ നാഥനും നാഥയുമായി നിങ്ങൾ രൂപാന്തരപ്പെടണം. നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരും അവരെ ശുശ്രൂഷിക്കുന്നവരും അവരെ കരുതുന്നവരുമായിരിക്കണം. മക്കളെ ദൈവികമായ ജീവിതചര്യയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ഗമിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുടെ മാതാപിതാക്കന്മാരായി രൂപാന്തരപ്പെടുകയും ദൈവം മുൻപാകെ നിങ്ങളുടെ ദാമ്പത്യം സന്തോഷപൂർണമായി പരിണമിക്കുകയും ചെയ്യും. അങ്ങനെ സന്തോഷകരമായ ഒരു ദാമ്പത്യം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് സകലവിധ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മക്കളെ ദൈവം മുൻപാകെ സമർപ്പിക്കാം. ദൈവമേ പരിശുദ്ധനാകുന്നു,
ഞങ്ങളുടെ പിതാവേ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ സാക്ഷ്യമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടികൾ സാക്ഷ്യമായി തീരണമേ. നിന്റെയും ആധിപത്യനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവും ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും പാടും. നിന്റെ കരുണയുടെ പോക്കും പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചുകളയണമേ. എന്റെ എന്റെ പാപങ്ങളെ പാപം ചെയ്തു നിന്റെ മുമ്പിൽ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനായി കുറച്ച് സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. Vamos
പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയും ഉയരത്തെ വാഴ്ത്തെ സമീപിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്നു. ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കമുള്ള ഐക്യമത്യവരുണ്ടാകുകയും ചെയ്യുമാറാകണമേ. മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്തതാൽ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതിയരെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദന വാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുസ് ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. കുലകുന്യവും വസതഹായ മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിന് തനിക്ക് നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയതായ നൽവരുത്തൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായ അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു.
ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിക്കുന്നതായ ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹശീല മാലിന്യത്തിൽ നിന്നും മ്ലേച്ഛതകൾ അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, വേഗത്തിലും ബലത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാകമാരോടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകുന്ന തൃപ്തി വരാത്ത വിധവിടാതെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റുഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാക്കണമേ. തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരാകുന്ന ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പര വിവാഹം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഒരു യോഗ്യരാക്കി തീർക്കണമേ. ആത്മാർത്ഥമാകുന്ന സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്തതായിരിക്കും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ
നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതുമായ അനുഗ്രഹപ്രദവുമായി വലങ്കയും ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തോളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ വലതുകയും അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ളതായ ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് നൽകിയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും ഇവരെ ഇസ്ഹാക്കിന്റെ റബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശീർഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുന്നവരും ഇവരുടെ മക്കൾക്കും അതിന്റെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്കുമോ റോശോ ബകുലസുബാൻ. Oh
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുന്ന 30, 60, 100 ഇരട്ടിയായി ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ശ്രേഷ്ഠരാകുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ.
പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്തതായ നല്ല ഉന്നതിയും സദാ മുടക്കം കൂടാതെ കരയറ്റുവാൻ ഞങ്ങള് യോഗ്യതയുള്ളവരാക്കണമേ. ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരുമായ സ്വയംഭൂവും മാലാഖമാരുടെ സിംഹാസനത്തെ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന ആരാധനാവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദേവതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്നും അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വം ജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലം ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതിയും അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടിരിക്കുന്നതായ നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ഒന്നിനും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബറക്കുമോർ ബഹുലോ സുഖമായ സകല സ്വർഗീയ സേനകളും ഭയപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയമാടകൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് അയച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിശാക്കന്മാരാനുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയമായി വസിക്കുന്നവരുമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധനായ നിന്റെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ജനിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയമായ നൽവരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ടാൽ ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രത്താപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും ദേഷ്യമുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ ഓർക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരും ആകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്ക്
സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ഓശോ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരമീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യപ്രമാണനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ പീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിരദാസരെ സുഹൃതവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലുതലത്തെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവരയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരുന്ന ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരിൽ നിന്ന് വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂപായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. പശു സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായോടുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിന്റെ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും
എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായ ആയി സ്വീകൃതയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മശിഹാസുപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. അമീനായി ബാറക്മോ. ജനസമൂഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷിച്ചുകൊണ്ട് പ്രീശന്മാർ അവന്റെ അടുക്കലേക്ക് എന്നും ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന്ന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാനത്തരമായി ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചിരുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കുന്നത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിലും മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു ഉത്തരമായി, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ വിധിച്ചു, എന്നാൽ ആദികൾ അപ്രകാരമായിരുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നടപടി ദോഷമൊന്നുമില്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് പ്രകാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോടെ ഭാര്യ ഭർത്താക്കുന്നതോടെ പരസ്പര ജീവിതം കുറ്റകരങ്ങളിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു ഉത്തരമായി, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല എന്ന് കൽപ്പിച്ച് അരുളി ചെയ്തു.
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Thank you.
ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ. കരുണയുള്ള വലതേ വന്ന് നിങ്ങൾ ആവശ്യിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോട് ഇരുന്ന് ആകൽക്കരസായിട്ട് വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിനും ഇസ്ഹാക്ക് യാക്കോബിനും യാക്കോബ് യൗസേപ്പിനും സന്തോഷപ്രദാനം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവേന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന് ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പ് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും ഇന്ന് ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവ് നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും അപാമനയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും അവകാശമായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയറ്റുകയും ചെയ്യാം. ബാറക്മോ ഓശോ ബകുലസ്ബാൻ ലവൽ മീ
സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിൽ തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത് പരിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവിക പിതാക്കന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. വാത്സല്യ മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസന വിശുദ്ധ ത്രോണോസിന്റെയും പരിശുദ്ധ ശ്രീവായുടെയും വെടിപ്പുള്ള ഏവെങ്കേലിന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപേ ആവുന്നു നിൽക്കുന്നെന്ന് പ്രത്യേകം അറിഞ്ഞുകൊള്ളു. ഹൃദയവിചാരങ്ങളിൽ ദൈവസന്നിധിയിലാവുന്നു നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പിതാവിനും പട്ടക്കാരനും ശുപാർശമാറിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവശ്യമാണ്. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കൊടുപ്പാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിനോട് സമത്തോടും മനുഷ്യരായ മക്കളെ രക്ഷയ്ക്ക് വേണ്ടി ദൃഷ്ടപ്രകാരം സുഹൃത്തുക്കളെ വിശുദ്ധ റൂഹായിരുന്നു ദൈവമാതാവായ പറയാമെന്ന് ശരീരമായി തീർന്ന് മനുഷ്യരായ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ദുരസ്കരിക്കപ്പെട്ട് ഭക്ഷണം അനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് സംസാരിച്ചതുമായി ജീവനുമായ വിശ്വസിക്കുന്നു. പുതിയ
നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകും. ആത്മീയമായ വിവാഹസൂക്ഷ്മങ്ങൾ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമാർക്കാവാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാർക്കാവ് നിങ്ങളെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും വിശുദ്ധവുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന ഉന്നതവും ഭയങ്കരവുമായ അവിടുത്തെ സിംഹാസനത്തിന്റെ മുൻപാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെടുമാറാകണമേ. outside our window, and I still care.
So in love, so in love. You look so beautiful in this light, your silhouette over me, the way it brings out the blue in your eyes is the Tenerife Sea. And all of the voices surrounding us here, they just fade out when you take a breath. Just say the word and now we'll disappear into the wilderness. Should this be the last thing I see, I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. Broken souls with smiling faces, fighting for surrender, for now and the after, yeah. Just look around and you see that people are scared to say how they really feel. Oh, we all need a little honesty, yeah. You are love, if your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. We're not made to be superheroes, photoshopped, all size zeros, a light not expected, but not quite perfected, yeah. Look up, see the sun is shining, there's hope on a new horizon. Calling you, it's calling. You are love, if your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ
one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam naan sutta vendum. Faces with smiles all around. In the vahanam naan paakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Keep your eyes wide open all the time, counting down every second, every evening. If you blink, it'll vanish out of sight, out of mind, if you ever let it go. Steady breathe, feel your body underneath as it rises up to meet the meaning. Let it be, see the forest for the trees, time to leave all the pieces down below. Hide away, hide away, hide away in the moment from now. Then let it go. Hide away, hide away, hide away between the lost and the found. Everything is turning around. Then let it go. Hide away, hide away, hide away in the moment from now. Then let it go. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പരിശുദ്ധനാകുന്നു.
മധ്യാഹ്നം കഴിഞ്ഞ നല്ല സമയത്ത് സമർപ്പിക്കുന്നു. സന്തോഷം പങ്കിടുവാനും ഈ കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. എനിക്ക് ഉല്ലാസ പൂർത്തീകരിക്കുവാനും നല്ല രീതിയിൽ സൽക്കാരങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനുള്ള ഈ കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ട മകനെ സമർപ്പിക്കുന്നു. വിവാഹ ഉദാശയിലൂടെ അവരൊന്നായിരിക്കുമ്പോൾ അനുഗ്രഹമായ കുടുംബജീവൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുഷ്കാലം മുഴുവനും സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടുവാനും മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതുമായി ഒത്തുചേർന്നെങ്കിൽ കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ആയുഷ്കാലം മുഴുവൻ കർത്താവെ സന്തോഷത്തിലായിരിക്കാനും കൃപ നൽകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെയൊക്കെ നല്ല ആവശ്യങ്ങൾ അവർ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എൻ്റെ മക്കൾ ഇപ്പോൾ യാത്രയാകുമ്പോൾ കഴിയാത്തിലുണ്ടാകുന്ന ആപത്തുകളൊക്കെ കാത്ത് സംരക്ഷിച്ചുകൊണ്ടാണ് നല്ല കാലാവസ്ഥയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പിരിയുമ്പോഴും തിരിയാത്ത സാന്നിധ്യമായവരുടെ കൂടെ ഇരിക്കണം. അതിൽ പരിശുദ്ധ ഗുഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകുന്നു. പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും കോപത്തിൻ വടികളെയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ സമുദ്രസ്വാസമാണ് എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് വിവാഹോദാശയുണ്ടായിരുന്ന മക്കളുടെ മേലും അവരുടെ കുടുംബജീവിതത്തിൽ മേലും അവരുടെ വഴിയാത്രയിൽ മേലും കോഴിക്കോഴിനെ കൊണ്ടായിരിക്കുമാറാകട്ടെ.